ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കശുവണ്ടി തീയലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനായി നമുക്ക് സ്റ്റൗ കത്തിക്കാം. അതിലേക്ക് ചട്ടി ചൂടാകുന്നതിനായി വയ്ക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഒരു മുറി തേങ്ങ ചിരകിയെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് പുളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. 4 ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും 4ഓളം വറ്റൽമുളക് ചെറുതായി മുറിച്ചെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മല്ലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ബ്രൗൺ കളറായി വറുത്തെടുക്കാം. 1/4 ടീസ്പൂൺ എണ്ണയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതിലേക്ക് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തണുത്ത് വരുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് അരപ്പിനായി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ്. അരപ്പിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീയൽ തയ്യാറാക്കുന്നതിനായി ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കടുക്, എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നാല് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വഴന്നു വരണം. ഒരു വറ്റൽമുളക് ചെറുതായി മുറിച്ചെടുത്തത്, അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്, 20ഓളം ചെറിയുള്ളി എന്നിവ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് തേങ്ങാക്കൊത്ത്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അത് യോജിപ്പിക്കാം. അത് നന്നായിട്ട് തിളച്ച് വരണം. 2 മിനിറ്റ്. ആ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അടപ്പ് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. എല്ലാവരും കശുവണ്ടി കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക.